ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ ഓണവില്ലിലോ ഞാലാടും വണ്ണാട്ടിക്കിളി നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ ഓണവില്ലിലോ ഞാലാടും വണ്ണാട്ടിക്കിളി നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും പൂവിളിയെ വരവേൽക്കും ചിങ്ങനിലാവൻ വൃന്ദാവനിൽ തിരുവോണമേ വരുകില്ലേ നീ തിരുവോണ സദ്യയൊരുക്കാൻ മാറ്റേറും കോടിയെടുത്ത് തുമ്പിപ്പെണ്ണേ അണയില്ലേ നീ തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കും മുല്ലേ നീ തേൻചിരിയല്ലേ പൂച്ചൊരിയോ നീ ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ ഓണവില്ലിലോ ഞാലാടും വണ്ണാത്തിക്കിളി നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും. ഓണ സ്പെഷ്യൽ സനീസ് കുസീനിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് പഴപ്രഥമനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ 2 നന്നായിട്ട് പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ പായസം വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ പഴുത്ത പഴം നോക്കി സെലക്ട് ചെയ്യണം. അത് നമ്മൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇഡ്ഡലിത്തട്ടിലാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിലും വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതേ പഴമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. അതിനുശേഷം തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏത്തപ്പഴമാണ്. ഇത് ശർക്കരപ്പാനിയാണ്. ഞാനിവിടെ ഒരു 4 സ്പൂണോളം യൂസ് ചെയ്തിട്ടുണ്ട്. ശർക്കരയുടെ അളവ് നിങ്ങൾക്ക് കിട്ടുന്ന ശർക്കരയുടെ മധുരം അനുസരിച്ച് മാറാവുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. 1/4 ഗ്ലാസോളം ചവ്വരി ഞാനൊരു 20 മിനിറ്റോളം വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനി നമുക്കൊരു 5 ഗ്ലാസോളം വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ ചവ്വരി ഇട്ട് കൊടുക്കണം. എന്നിട്ട് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം പച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെക്കണം. എന്നിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ടുള്ളൊരു ഫോമാണിത്. നമ്മൾ ഈ ചവ്വരി ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പഴപ്രഥമൻ ഇത്തിരി പേസ്റ്റി ആയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ചവ്വരി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പായസത്തിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഉരുളി ചൂടാക്കാൻ വെക്കാം. ഞാൻ ഉരുളിയിലാണ് പായസം ഉണ്ടാക്കുന്നത്. ഉരുളി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ആദ്യമേ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുത്തിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഏകദേശം തേങ്ങാക്കൊത്തിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യ് കിടന്നിട്ട് ഇതേ കാഷ്യൂനട്ടും തേങ്ങാക്കൊത്തും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. അതിനുശേഷം കിസ്മസും കുറച്ച് ചെറിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഓപ്ഷണലാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതും കോരി മാറ്റാം. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ചൂടാറാൻ വേണ്ടി വെച്ചിരുന്ന ഏത്തപ്പഴമില്ലേ, അത് ഞാൻ ചൂടാറിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണിത്. നമുക്കിത് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴത്തിലുള്ള വെള്ളത്തിൻ്റെ അംശം വറ്റുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം.
അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിൻ്റെ അളവ് നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഇന്ന് കവർ സോങ് പാടി തന്നത് മഞ്ജിമ ചേച്ചിയാണ്. മഞ്ജിമ ചേച്ചിക്ക് ഒരു ബിഗ് താങ്ക്സ്. ചേച്ചി അടിപൊളിയായിട്ട് പാടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 മുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ 2ാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. പായസത്തിന് മെയിനായിട്ട് വേണ്ടത് ക്ഷമയാണ്. അതായത് കുറച്ച് കൂടുതൽ നേരം നമ്മൾ ഇളക്കേണ്ടി വരും. അപ്പോൾ ക്ഷമിച്ചിരുന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരണം. ഏകദേശം ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് നേരത്തെ കുതിർത്തി വെച്ചിരുന്ന ചവ്വരി ഇട്ട് കൊടുക്കാം. കട്ടയായിട്ടാണ് ചവ്വരി കിട്ടണമെങ്കിൽ അതൊന്ന് വിടിയിച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇത്തിരി മധുരത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ 1 സ്പൂൺ ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ പാല് ഒഴിച്ചു കൊടുത്തത് ഒന്ന് കുറുകി വന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. അപ്പോൾ എല്ലാവരുടെയും ഓണം സെലിബ്രേഷനൊക്കെ എവിടം വരെ ആയി? അപ്പോൾ എല്ലാവരും ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതേ ഏകദേശം പായസം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഒരു ചെറിയ കഷ്ണം ചുക്കും 5-6 ഏലക്കയും കുറച്ച് നല്ല ജീരകവും കൂടി കൂട്ടി പൊടിച്ചെടുത്തതാണ്. നമുക്കൊരു 1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്തും കിസ്മസും കശുവണ്ടിയും ചെറീസും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം നേരം ഇട്ടിട്ട് ചൂടാക്കാൻ പാടില്ല. ഏകദേശം ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോഴേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വെറുതെ പറയുന്നതല്ല, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു സൂപ്പർ വീഡിയോ ആയി വരുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സീ യു ആൻഡ് വൺസ് അഗൈൻ ഹാപ്പി ഓണം.